ലോക പോലീസ് കളിക്കുന്ന ട്രംപിന്റെ മുഖമടച്ചുള്ള അടിയാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു അമേരിക്കൻ വംശജൻ തന്നെ ശബ്ദമുയർത്തുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ സ്വീകരിക്കുന്ന താരിഫ് നിലപാടുകളിൽ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ ജനപ്രതിനിധിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ സ്വീകരിച്ച താരിഫ് നയങ്ങൾ ആഗോള രാഷ്ട്രീയ വേദിയിൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. സൗഹൃദ രാഷ്ട്രങ്ങളോട് പോലും വ്യാപാര യുദ്ധത്തിന്റെ ഭാഷ സംസാരിക്കുന്ന ട്രംപിന്റെ സമീപനം അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയെ ലക്ഷ്യമിട്ട് തീരുവ വർധനവിലൂടെ സമ്മർദ്ദം സൃഷ്ടിക്കാൻ നടത്തിയ ശ്രമം നയതന്ത്രപരമായ സൗഹൃദത്തിന് വിരുദ്ധമാണെന്ന് പലരും വിലയിരുത്തിയിരുന്നു. ഇത്തരം നിലപാടുകൾക്കെതിരെ അമേരിക്കയ്ക്കുള്ളിൽ നിന്നു തന്നെ ശക്തമായ പ്രതികരണങ്ങൾ ഉയരുന്നത് ശ്രദ്ധേയമാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രമുഖ നേതാവും ജനപ്രതിനിധിയുമായ ബ്രാഡ് ഷെർമൻ ട്രംപിന്റെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇന്ത്യക്കുമേൽ ചുമത്തിയിരുന്ന തീരുവ എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമേരിക്കൻ ജനപ്രതിനിധി സഭയിലെ മുതിർന്ന അംഗമാണ് ഷെർമൻ. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ എതിർത്തവരിൽ പ്രധാനി കൂടിയാണ് അദ്ദേഹം. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയുടെ മേൽ മാത്രം തീരുവ ചുമത്തുന്നതിലെ ഇരട്ടത്താപ്പും ഷെർമൻ ചോദ്യം ചെയ്യുന്നുണ്ട്. ഉപരോധം മറികടന്ന് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ മേൽ അന്യായമായ തീരുവ ചുമത്തുന്നതെന്നാണ് ട്രംപ് വാദിച്ചിരുന്നത്. എന്നാൽ രാജ്യത്തിന് ആവശ്യമായ 90% ക്രൂഡ് ഓയിലും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഹംഗറി. അവർക്ക് US തീരുവ ചുമത്തിയിട്ടില്ല. റഷ്യയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ചൈനയ്ക്കും എണ്ണ വാങ്ങിയതിന്റെ പേരിൽ തീരുവ ചുമത്തിയിട്ടില്ല. മറ്റു കാരണങ്ങളാണ് തീരുവ ചുമത്താൻ ഉപയോഗിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആകെ ആവശ്യമുള്ളതിന്റെ 21% ക്രൂഡ് ഓയിൽ മാത്രമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത്. എന്നാൽ നമ്മുടെ സഖ്യകക്ഷിയെ ഒറ്റപ്പെടുത്തുകയാണ് US ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ട്രംപ് മാറ്റം വരുത്തണമെന്നും ഷെർമാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയും USഉം തമ്മിലുള്ള വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ധാരണയായത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേലുള്ള 25% അധിക തീരുവ പൂർണ്ണമായും നീക്കിയ ട്രംപ് ആദ്യം ചുമത്തിയ പകര തീരുവ 18% കുറയ്ക്കുകയും ചെയ്തു. റഷ്യൻ എണ്ണ വാങ്ങുന്നില്ല എന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് തീരുവ കുറച്ചതെന്നാണ് USന്റെ വിശദീകരണം. ഭാവിയിൽ നേരിട്ടോ അല്ലാതെയോ റഷ്യൻ എണ്ണ വാങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കാൻ USന്റെ നിരീക്ഷണം തുടരും. വാങ്ങൽ പുനഃസ്ഥാപിച്ചാൽ തീരുവ വീണ്ടും കൂട്ടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇത് ഇന്ത്യയുടെ പരമാധികാരം അടിയറവ് വെച്ചതിന് തുല്യമാണെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെയാണ് ഷെർമാന്റെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്ക ഇന്ത്യ ബന്ധം കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി സാമ്പത്തിക, പ്രതിരോധ, സാങ്കേതിക രംഗങ്ങളിൽ വൻ മുന്നേറ്റമാണ് കൈവരിച്ചത്. ഈ പശ്ചാത്തലത്തിൽ സഹകരണത്തെ ശക്തിപ്പെടുത്തേണ്ടടുത്ത് വ്യാപാര തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ദീർഘദർശിയല്ലാത്ത രാഷ്ട്രീയ നീക്കമായി മാത്രം വിലയിരുത്തേണ്ടി വരും. അമേരിക്കയിലെ വ്യവസായ, കർഷക മേഖലകളെയും ഇത്തരം തീരുവ നയങ്ങൾ ബാധിക്കുമെന്ന ആശങ്ക വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. അതിനാൽ ഇത് ഒരു രാജ്യത്തിനെതിരായ നടപടി എന്നതിലുപരി ആഗോള വ്യാപാര സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വാഭിമാനപരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ദേശീയ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ എന്നാൽ സംവാദത്തിനും സഹകരണത്തിനും വാതിൽ തുറന്നു വെക്കുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഇന്ത്യ ഫസ്റ്റ് എന്ന ആത്മവിശ്വാസപരമായ സാമ്പത്തിക നയരേഖയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സന്ദേശം ലോകത്തിനു മുന്നിൽ വ്യക്തമായി പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനത്തെ ശക്തിപ്പെടുത്തുകയും സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കുകയും ചെയ്യുന്ന നയങ്ങൾ ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുകയാണ്. ട്രംപിന്റെ താരിഫ് രാഷ്ട്രീയം പലപ്പോഴും ആഭ്യന്തര രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപാധി എന്ന വിമർശനവും നിലനിൽക്കുന്നു. സഖ്യരാജ്യങ്ങളോട് കർശന നിലപാട് സ്വീകരിച്ച അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത് ക്ഷണിക രാഷ്ട്രീയ നേട്ടം നൽകാമെങ്കിലും ദീർഘകാലത്തിൽ അത് വിശ്വാസ ബന്ധങ്ങളെ തകർത്ത് തരിപ്പണമാക്കും. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള ഒരു മഹാശക്തിക്ക് ലോക നേതൃത്വം നിലനിർത്തണമെങ്കിൽ സഹകരണം, പരസ്പര ബഹുമാനം, നയതന്ത്ര സൗഹൃദം എന്നിവ അനിവാര്യമാണ്. ഇന്ത്യക്കെതിരെ തീരുവ ചുമത്തുന്ന തീരുമാനം പിൻവലിക്കണമെന്ന് ബ്രാഡ് ഷെർമൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാണ്. ഇത് വെറും രാഷ്ട്രീയ വിമർശനമല്ല, ഭാവിയിലെ അമേരിക്ക ഇന്ത്യ ബന്ധത്തെ സംരക്ഷിക്കാനുള്ള മുന്നറിയിപ്പാണ്. ട്രംപിന്റെ ഏകപക്ഷീയ നീക്കങ്ങൾക്കെതിരെ അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ഈ ശബ്ദങ്ങളെ ആഗോള സഹകരണത്തിനുള്ള പ്രതീക്ഷയായി കാണാം. ശക്തമായ നേതൃത്വവും സ്വാഭിമാനപരമായ വിദേശ നയവും ഇന്ത്യയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണെന്നതാണ്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ എന്നാൽ സംവാദത്തിനും പങ്കാളിത്തത്തിനും തയ്യാറായി മുന്നോട്ട് പോകുന്ന ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിൽ കൂടുതൽ ബഹുമാനം അർഹിക്കുന്നു. വ്യാപാര യുദ്ധത്തിന്റെ രാഷ്ട്രീയത്തിന് പകരം സഹകരണത്തിന്റെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്ന നേതാക്കളാണ് ഭാവിയെ നിർണ്ണയിക്കുക.